എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോമ്പ് കഞ്ഞിയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉലുവ കഞ്ഞി, ആശാളി കഞ്ഞി, ജീരക കഞ്ഞി, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ആശാളി കഞ്ഞി എന്ന് പറയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലൊക്കെ ഉലുവ കഞ്ഞി എന്നാണ് പറയുന്നത്. ഏതായാലും ഉലുവായും ആശാളിയും ജീരകവും നമ്മൾ ഈ 3 ഐറ്റം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പല സ്ഥലത്തും പല പേരൊക്കെ അറിയപ്പെടുന്നത്. ഇത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണിത്. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പച്ചരി, നമ്മുടെ വെള്ളയപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പച്ചരിയില്ലേ, ആ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങ അരപ്പൊക്കെ ചേർക്കുന്നുണ്ട്, ഒരുപാട് കാണും തേങ്ങ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ആശാളി, ഞങ്ങൾ ആശാളി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും എന്താ ഇതിൻ്റെ പേര് പറയുന്നത് എനിക്ക് അറിയില്ല. ഇതാണ് സാധനം. ഒരു ബ്രൗൺ കളറിന് ചെറിയ നമ്മുടെ ഈ കസുവസൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ കൂടിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഇത് ഞാൻ കഴുകി നല്ലപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഇത് ശരിക്കും വേവിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് നോക്കിയിട്ട് പിന്നെ തേങ്ങ ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് എങ്കിലും ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചാൽ മതി. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ വിസിലാകുമ്പോൾ തന്നെ നല്ലപോലെ വെന്തും കിട്ടും. കുക്കറിൽ ഇട്ടത് നമുക്കിവിടെ 20 മിനിറ്റ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ നേരത്തെ ജീരകം 1/2 ടീസ്പൂണേ അതിന് വേണ്ടിയിട്ട് ഇട്ടുള്ളൂ. ശരിക്കും നമുക്ക് 1 ടീസ്പൂണാണ് ഇതിന് വേണ്ടത്. 1/2 ടീസ്പൂൺ ഞാൻ ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു ഇച്ചിരി എണ്ണയും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 കഷ്ണം ഉള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉള്ളി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഇതള് കറിവേപ്പിലയും കൂടെ ഞാനിവിടെ ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആ കഞ്ഞിക്കകത്തോട്ടൊന്ന് ഒഴിച്ച് താളിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിക്കകത്ത്. അപ്പോൾ ആശാളിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നത് വരെ നമസ്കാരം.